ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ. അപ്പം ഇന്ന് നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പ്രൊഡക്ട്സ് ഒന്നും നിങ്ങളിത് കണ്ടിട്ടായത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞ് മേടിക്കരുത്. കാരണം ഇതിപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതേപോലെ നമ്മളൊരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ വാങ്ങാവുള്ളൂ. എൻ്റെത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്. ഞാൻ എടുത്തു പറയാം, ഓയിലി സ്കിൻ അല്ല, എൻ്റെത് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി അവർക്ക് മുഖത്ത് ആക്നേസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നോക്കണം. അപ്പം എൻ്റെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവുന്ന, അല്ല എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഏറ്റവും കൂടുതൽ, അതായത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഒലേ നാച്ചുറൽ വൈറ്റ് എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതായത് ഞാൻ 2012 ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ഒരു ക്രീമും അങ്ങനെ ഫേസിൽ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ടൈമിൽ ഞങ്ങളുടെ ഓപ്പോസിറ്റ്, എൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ ഞങ്ങൾക്ക് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഞ്ചു ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കോളേജിൽ LH ഡേ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കാനായിട്ട് ആ ചേച്ചിമാരാണ് എനിക്കൊക്കെ സാരി കൊടുത്തു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അഞ്ചു ചേച്ചി അന്നിങ്ങനെ ഹോസ്റ്റൽ ഒരു LH ഡേക്ക് ഇങ്ങനെ സാരി ഉടുപ്പിച്ചിട്ട് ഞാനിപ്പോൾ ചേച്ചി ഈ ക്രീം ഇങ്ങനെ തേക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അന്ന് ഞാനത്, എനിക്ക് എൻ്റെ വേറെ ക്രീംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് വെറുതെ ജസ്റ്റ് അതിങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് മുഖം ഒന്ന് ഭയങ്കര ബ്രൈറ്റ് ആയതുപോലെ തോന്നിട്ടോ. അപ്പോൾ അന്ന് ഇപ്പം യൂഷ്വലി വേറെ എന്തെങ്കിലും ഇട്ട് എനിക്ക് ഒന്നെങ്കിൽ പിമ്പിൾസ് വരും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമായിരുന്നു. പക്ഷെ ഇതിട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് ബ്രൈറ്റ് ആയ പോലെയൊക്കെ തോന്നി. അങ്ങനെ 2012 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം എനിക്ക് 2024 ആയി. അത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഒലേ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യായിരുന്നു. ഫേസ് വാഷ് ചെയ്തിട്ട് നേരെ ഈ ക്രീം ഇടും, അതിൻ്റെ മുകളിൽ നമ്മുടെ സാധാ ഏതെങ്കിലും ഒരു പൗഡർ ഇടുന്നു. അപ്പം തന്നെ ഒരു മേക്കപ്പ് ചെയ്ത ലുക്കായിരുന്നു. പക്ഷെ അത് കുറേ ഓവർ ദി ഇയേഴ്സ് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ചെയ്തു. ഞാൻ ഈ ഒലേ ഇങ്ങനെ ഭയങ്കര ഏജിങ് ഉണ്ടാക്കും, അങ്ങനെ കുറേ ഇങ്ങനെ നെഗറ്റീവ് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തൊരു കാര്യം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം അതിൻ്റെ ബ്രാൻഡിങ്ങും അതേപോലെ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അന്ന് ഒലേ നാച്ചുറൽ വൈറ്റ് SPF 24 ആയിരുന്നു. ഇപ്പം കിട്ടുന്നതൊക്കെ SPF 15 ആണ്. അപ്പം അതിൻ്റെ മുഖത്ത് കുറച്ച് പിഗ്മെന്റേഷൻസ് ഒക്കെ അന്ന് പോകാനും ഒക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ ഇതിലൊരു ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ക്രീമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് റിസർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ വാങ്ങാം. അതേപോലെ എൻ്റെ അമ്മേൻ്റെ മുഖത്തും ഇങ്ങനെ കുറേ ഇങ്ങനെ കറുത്ത പാടലുണ്ടായിരുന്നു. അമ്മയും ഇത് ഉപയോഗിച്ചിട്ട് അത് മാറി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ കിഡ്നിക്കോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായി, എനിക്കൊന്നുമല്ല, ഞാൻ ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ഇതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഒരു ഗെയിം ചേഞ്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒലയാണ്. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഞാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോഴും എൻ്റെ അത് തന്നെയാണ്. ഞാൻ മുഖം കഴുകും, ഈ സാധനം തേക്കും, കുറച്ച് പൗഡറിനും പോകും, ലിപ്സ്റ്റിക് ഇടും. അപ്പം ഇത് ഞാൻ അങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ യൂഷ്വലി ഞാനിത് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ഇത് കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് എപ്പോഴും ഞാൻ ദുബായ് അല്ലെങ്കിൽ പുറത്തു നിന്നാണ് മേടിക്കാറുള്ളത്. നാട്ടിലിപ്പോൾ കിട്ടും. ഞാൻ നാട്ടിൽ നിന്നേ വരെ ഇത് മേടിച്ചിട്ടില്ല. എപ്പോഴും പണ്ട് തൊട്ട് ഇത്രയും വർഷമായിട്ടും ഞാനിത് പുറത്തു നിന്നുണ്ട്. ചേട്ടൻ വരുമ്പോൾ ഖത്തറിന്ന് അല്ലെങ്കിൽ ദുബായിൽ നിന്ന് എവിടെന്നെങ്കിലും ആണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പം ഇനി നമുക്ക് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് പോവാം. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനിൽ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും ആ ഒരു പ്രോസസ്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്ലെൻസിങ്, അത് ഡബിൾ ക്ലെൻസിങ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ കൺമഷി ആണെങ്കിലും എൻ്റെ ഈ ലിപ്സ്റ്റിക് ആണെങ്കിലും
ആണെങ്കിലും ഇതൊക്കെ കുറച്ചിങ്ങനെ പെട്ടെന്ന് മുഖം കഴുകിയാൽ പോകുന്ന സാധനങ്ങളല്ല. അതായത് നമ്മൾ മേക്കപ്പ് ഇട്ട ഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡബിൾ ക്ലെൻസിങ്ങിന്റെ ആവശ്യമുണ്ട്. അതായത് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഈ മാന്യു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓയിലാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ബ്രാൻഡാണ്, ഒരു കൊറിയൻ ഓയിലാണ്. അപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാലിസെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ബ്രാൻഡാണിത്. അതിന്റെ ഫേസ് ഓയിൽ ക്ലെൻസർ ആയിരുന്നു. ഇത് ആക്ച്വലി നല്ലതാണ്. ഇത് രണ്ടും അപ്പൊ എനിക്കിപ്പോ ഇതിവിടെ കിട്ടാത്തത് കൊണ്ട് ഇത് അത്രയും എക്സ്പെൻസീവ് അല്ല, പക്ഷെ പേർപ്പസ് നമ്മുടെ ആ പേർപ്പസ് ഇത് സെർവ് ചെയ്യും. അപ്പം ഇതെന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലത് തീർന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലും കുറെ ഓയിൽസ് ആണ്, ഇതിലും അതേപോലെ കുറെ ഓയിൽസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് നമ്മൾ ആദ്യം കുറച്ച് ഡ്രോപ്പ് കയ്യിലെടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക. നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ലിപ്സ്റ്റിക്കും നമ്മുടെ കണ്ണിനകത്ത് ഉള്ള കൺമഷിയും അതേപോലെ നമ്മൾ ഇത് എന്തൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം കുറച്ച് നന്നായിട്ട് ആദ്യം മസാജ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വാം വാട്ടറാണ് ഫുള്ളി യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ ഡീപ്പ് ക്ലെൻസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഇതൊരു ഫോമിംഗ് ക്ലെൻസർ ആണ്. ഇത് ദ ഫേസ് ഷോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ക്ലെൻസർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ഫേസ് ഷോപ്പിന്റെ മിക്ക പ്രൊഡക്ട്സും ഇഷ്ടമാണ്. ഇത് ശരിക്കും റൈസ് വാട്ടർ ആണ്. അപ്പം ഈ കൊറിയൻ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇത്ര ഹൈപ്പ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഫേസ് ഷോപ്പിന്റെ ഞാൻ ഈ വാങ്ങിയതിന്റെ എന്റെ സിറം ആണെങ്കിലും അതേപോലെ എന്റെ മോയ്സ്ചറൈസർ ആണെങ്കിലും ഒക്കെ റൈസ് കണ്ടന്റ് ആണ് അതിൽ കൂടുതലുള്ളത്. ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ റൈസ് ആണ്. അപ്പം റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം ഈ ഫേസ് വാഷ് ഇട്ട് പിന്നെ ഇതിന്റെ മുകളിലൊന്നും ഫേസ് കഴുകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവും. അപ്പൊ സോ ഇതാണ് എന്റെ രണ്ടാമത്തെ ക്ലെൻസർ. അപ്പൊ നമ്മുടെ ക്ലെൻസിങ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ടോണിങ് ചെയ്യാം, ടോണർ യൂസ് ചെയ്യാം. അപ്പൊ ഞാന് എപ്പോഴും ഫുൾ ഡേയിൽ യൂസ് ചെയ്യുന്നത് ഇത് ശേഷ് ആയുർവേദയുടെ റോസ് വാട്ടർ ടോണറാണ്. രാത്രി മാത്രം ഞാൻ വേറെയാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാല് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ മുമ്പേ ഡയാലിസിസ് ഒക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇത് ഭയങ്കര അടിപൊളി. ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അതായത് ഇപ്പം ഏകദേശം ഇത്രയും ആവാറായി. ഇതും കൂടി തീർന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇനി ഇല്ല. ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ അത് നാട്ടിൽ വരുമ്പോൾ വാങ്ങേണ്ടി വരും. ഭയങ്കര നല്ലതാണ്. ഞാനും തരുൺ ചേട്ടനും ഇവിടെ കാശിക്കും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ എവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഈ ബോട്ടിൽ വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ടോണറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അടിപൊളിയാണ്. റോസ് വാട്ടറിന്റെ ശേഷ് ആയുർവേദ ടോണർ. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ടോണിങ് അപ്പൊ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതല്ല എങ്കിൽ ഇപ്പം രാത്രി സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഗ്ലൈക്കോളിക് ആസിഡ് ടോണറാണ്. ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം കുറെ സ്പോട്സ് പിഗ്മെന്റേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഇപ്പൊ ഇത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇതെന്താ ഇത്രയായി, ഇത് ഞാൻ കുറേ നാളായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് കോട്ടൺ പാഡ് വെച്ചിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്യാറുള്ളത്. ഒരു 2-3 ഡ്രോപ്പ് മതി. അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ഇതിനൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നെക്കിലും അപ്ലൈ ചെയ്യണം. സോ നമ്മുടെ ബാക്കിയുള്ള മേക്കപ്പും അഴുക്കും എല്ലാം. സോ ടോണിങ് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എസെൻസ് ആണ്. അപ്പം സെറത്തിന് മുമ്പാണ് ഞാൻ എസെൻസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ സ്നെയിൽ മ്യൂസിൻ തന്നെയാണ്. കാരണം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ റിസൾട്ട് കാണുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് എപ്പോഴും മുഖം ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും.
ഓക്കെ. സോ മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റാണ്. ഇതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് പക്ഷേ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്നീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് ഞാൻ എൻ്റെ സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഇത് എൻ്റെ 3rd ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പം ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കണം. അതേപോലെ ഇത് കൂടുതൽ എഫക്റ്റീവ് ആവാനായിട്ട് നമ്മുടെ കുറച്ച് ഡാം സ്കിൻ ആവണം. അതായത് ഒരുപാട് ഡ്രൈയും അല്ല ഒരുപാട് വെറ്റും അല്ലാത്ത പോലത്തെ ഡാം സ്കിന്നിലാണ് ഇത് ഏറ്റവും എഫക്റ്റീവ്. ഞാനിങ്ങനെയാണ് കേട്ടോ. ചിലർ കയ്യിലെടുത്താണ് ചെയ്യാറ്. എനിക്ക് പക്ഷെ ഇതാണ് ഇഷ്ടം. അപ്പം ഞാനിതിങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യാറ്. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യും. ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് ഇൻസ്റ്റൻറ്റ് നമുക്ക് ആ ഒരു ഹൈഡ്രേഷൻ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഇതൊരു കുറച്ച് നേരം ഒരു 30 seconds നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഇതിനിങ്ങനെ കുറച്ചിങ്ങനെ ഒന്നിങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങനെ അബ്സോർബ് ആവും. കണ്ട, ഇത് എനിക്ക് ഇന്നലെ രാത്രിയിൽ കാശിയുടെ കൈ കൊണ്ടുവന്നാണ് കേട്ടോ നഖം. അവിടെ ഒരു ചെറിയ മുറിവുണ്ട് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മുറിവൊന്നും ഉള്ളപ്പോൾ നമ്മൾ ഈ ടോണറൊന്നും യൂസ് ചെയ്തുകൂടാ. അതായത് ഈ ആസിഡ് ടോണറൊന്നും യൂസ് ചെയ്തുകൂടാ. ഇതിപ്പോൾ അവിടെ ഭയങ്കര റെഡ് ആവും. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മുഖത്ത് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടെങ്കിൽ ഒരു ടോണറും ഇങ്ങനത്തെ ആസിഡ് ടോണേഴ്സ് ഒന്നും യൂസ് ചെയ്യും. ഇപ്പോൾ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അത് അവിടെ ചുമന്നു തുടങ്ങി. അപ്പോൾ അതിപ്പോൾ മനസ്സിലായില്ലേ, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ ഫേസിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടുത്ത യൂസ് ചെയ്യുന്നത് ഇത് ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ബോഡി ഷോപ്പിന്റെ ഒരു ബ്രൈറ്റനിങ് സെറമാണ്. ഞാൻ ആ ബ്രാൻഡ് പറയുന്നില്ല, വേറൊരു ബ്രാൻഡിന്റെ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുഖത്ത് പിമ്പിൾസ് വന്നു. പിന്നെ ഞാൻ അങ്ങനെ വൈറ്റമിൻ സി മാത്രമായിട്ട് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സോ ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. നമ്മുടെ സ്കിൻ കുറച്ച് ബ്രൈറ്റൻ ആവും. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സെറം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിങ്ങനെ കുറച്ച് വെള്ളമാണ്, വാട്ടറി കൺസിസ്റ്റൻസിയാണ്. അത്ര ഒരു കട്ടിയായിട്ടുള്ള ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉള്ളൊരു സെറം അല്ല. അപ്പോൾ അതുകൊണ്ട് അതാദ്യം ഇതിൻ്റെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പതുക്കെ കട്ടി കുറഞ്ഞ് നമ്മൾ കൂട്ടി വരണം, അങ്ങനെയാണ്. സോ ഞാൻ ഈ സെറം ഇത് കുറച്ചിങ്ങനെ വെള്ളം പോലെയാണ്. ഇത് എല്ലാം കുറച്ച് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക. അന്ന് ആദ്യം ഫുള്ളൊന്ന് മുഖത്തൊക്കെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ ഈ ഫേസ് സെറംസ് എല്ലാം നമ്മൾ കഴുത്തിലും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതും ഒന്ന് ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആവട്ടെ. അതൊക്കെ പെട്ടെന്ന് അങ്ങനെ അല്ലേ നമ്മൾ ഈ പ്രോഡക്ട്സ് എല്ലാം ഇടുന്ന അപ്പം തന്നെ സ്കിൻ അങ്ങ് വലിച്ചെടുക്കും. എല്ലാം അങ്ങനത്തെ പ്രോഡക്ട്സ് ആണിത്. സോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓർഡിനറിന്റെ ഹൈലറോണിക് ആസിഡ്. സോ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മെയിൻലി എനിക്ക് അങ്ങനെ അധികം പിഗ്മെന്റേഷൻ ഒന്നും എൻ്റെ ഫേസിലില്ല. അപ്പം ഞാൻ ഹൈലറോണിക് ആസിഡ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്കിപ്പോൾ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നയസിനമൈഡ് കൂടുതലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാം. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്കിൻ സൂത്തൻ ചെയ്യാനൊക്കെ നയസിനമൈഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിലെ മെയിൻ ഇതെന്ന് പറയുന്നത് നയസിനമൈഡ് ആണ്. അപ്പം നമ്മളപ്പോൾ അങ്ങനെ എന്താണോ നമുക്ക് വേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെയിൻ പ്രശ്നം എൻ്റെ ഡ്രൈനെസ് ആണ്. ഞാൻ കൂടുതൽ ഫേസ് ഇങ്ങനെ ഇവിടെ ഈ പ്രത്യേകിച്ച് കാൽഗറിയിൽ ഭയങ്കര ഡ്രൈ വെതറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അത് മാക്സിമം ഇങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതെന്ന് പറയുന്നത് ബ്യൂട്ടി ഓഫ് ജോസിന്റെ സെറമാണ്. ഇത് ഗ്ലോ സെറമാണ്. ഇതിന്റെ തന്നെ റൈസ് പ്ലസ് ആൽഫ ആർബിറ്റിൻ എന്ന് പറഞ്ഞിട്ടൊരു സെറമുണ്ട്. അതാണ് ബ്രൈറ്റൻ ചെയ്യാനാണ്. അപ്പം ഞാൻ ഇവിടെ അടുത്തൊരു കെ ബ്യൂട്ടി ഒരു സ്റ്റോർ ഉണ്ട്, ഇവിടുത്തെ ഒരു ഏഷ്യൻ ഗ്രോസറി സ്റ്റോറിൽ ഈ പറയുന്ന പോലെ കെ ബ്യൂട്ടിന്റെ ഒരു കൗണ്ടർ ഉണ്ട്. അപ്പം ഒരു ഏഷ്യൻ സ്റ്റോറാണത്. അപ്പൊ അവിടുത്തെ പുള്ളിക്കാരോട് ഞാൻ എപ്പോഴും കുറെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചിലപ്പോൾ വേറെ പ്രൊഡക്ട്സ് ആയിരിക്കും മേടിക്കാൻ ചെല്ലുന്നത്, പക്ഷെ പുള്ളിക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മാറ്റി വാങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ പുള്ളിക്കാർ എനിക്ക് റെക്കമെൻഡ് ചെയ്താണ്. ശരിക്കും നമ്മൾ റൈസിന്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മുഖത്ത്
ബ്രൈറ്റൻ ആവും. ഇതിപ്പം ഗ്ലോ സെറമാണ്. ഇതിനകത്ത് റൈസ് അല്ല, ഇത് മെയിനായിട്ട് പ്രോപ്പോളിസ് ആൻഡ് നയസിനമൈഡ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറച്ചും കൂടി മറ്റേ സെറത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടി ഉള്ളൊരു ഇതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ള ഇതാണ്. ഇത് കുറച്ചും കൂടെ കണ്ടോ, നമുക്ക് ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫേസ് നല്ല, ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ് കേട്ടോ. അത് ഞാനിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായതല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മുഖം രാവിലെ ആയാലും ഭയങ്കര മോയ്സ്ചർ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതും എനിക്ക് ഓയിലി സ്കിൻകാരെ കുറിച്ച് എനിക്കിതിൽ വലിയ ധാരണയില്ല. പക്ഷെ ഓവറോൾ ഇത് ഭയങ്കര അടിപൊളിയാണ്. സോ നമ്മുടെ ഫേസ് ഉണ്ടല്ലേ. സോ ഇതെന്റെ നൈറ്റ് കെയർ ആണ്. പക്ഷെ നൈറ്റിൽ ഇവിടെ കാശി ഉണ്ടാവും. ഇപ്പം എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ ആക്ച്വലി ഇന്നലെ രാത്രിയിൽ ഒന്ന് ട്രൈ ചെയ്തു. ബട്ട് വൺ ഫ്ലോപ്പ് ആയിരുന്നു. അവൻ്റെ ബഹളവും കരച്ചിലും ഒക്കെ അതിലായതുകൊണ്ട് ഞാൻ പകൽ സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിനിയും ആക്ച്വലി ഇത് കുറച്ചും കൂടി സമയം എടുക്കും ഇതൊന്ന് ഫുള്ളി ഒന്ന് അബ്സോർവ് ചെയ്യാൻ വെച്ചാൽ. എന്നിട്ട് നമ്മൾ അടുത്തിട്ടില്ല. ഇല്ലെങ്കിൽ മേളി വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. ഇതൊന്ന് ഞാൻ ഇതിനിടയിൽ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യും. ഓരോന്നും ഇടണം. ഞാൻ പോയി എന്തെങ്കിലും പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ എടുത്തൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഒരു 1 മിനിറ്റ് എന്തായാലും വേണം ഇതൊന്ന് ഫുൾ സെറ്റ് ആവാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അതും ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഫേസിൽ അത് മൊത്തം അബ്സോർബ് ആയിട്ടുണ്ട്. പക്ഷെ കണ്ടോ, അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതും അതേപോലെ ഫേസ് ഷോപ്പിന്റെ റൈസ് സെറാമൈഡ് എന്ന് പറയുന്ന ഇതൊരു മോയ്സ്ചറൈസർ ആണ്. പക്ഷെ ഇതും ഇതേപോലെ ഭയങ്കര കട്ടിയായിട്ടുള്ള അല്ല, ഇതൊരു വാട്ടറിയും അല്ല, എന്നാൽ കുറച്ച് ക്രീമിയാണെന്ന ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയും അല്ല. സോ ഇത് അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. ഓക്കെ, ഞാനിത് കുറച്ചധികം യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം എൻ്റെ ഫേസ് അത്രയും ഡ്രൈ ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം അത്ര ഡ്രൈ സ്കിൻ അല്ലാത്ത ഇത് കുറച്ച് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ ഒരു അവസ്ഥ അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാടുണ്ടല്ലോ, 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതൊക്കെ ഫുൾ ഡ്രൈ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ എത്ര വട്ടം ഞാൻ രാവിലെയും രാത്രിയൊക്കെ ഞാൻ കാണിച്ച ആ റോസ് ടോണർ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നറിയോ. കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ ആണ് സ്കിൻ. സോ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഫുൾ എല്ലായിടും ഒന്ന് സർക്കുലർ മോഷനിലൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അത്രയും ഇതായി കാണിക്കാത്തെന്ന് വെച്ചാൽ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുക. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി. ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഈ പ്രൊഡക്ട്സിന്. നമ്മൾ കൊറിയൻ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്നും ഒറ്റ ദിവസം കൊണ്ട് ഒറ്റയടിക്ക് മേടിച്ചൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഓരോരോ മാസം 1-2 പ്രൊഡക്ട്സ് ഒക്കെ വെച്ച്, പിന്നെ ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. കാരണം കുറേ നാൾ ഇത് ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് മേടിക്കുന്നത്. അല്ലാണ്ട് ഇത് ഇത്തിരി ഈ കൊറിയൻ സാധനങ്ങൾക്കൊക്കെ ഒരു 1000+ ആണ്. അപ്പം സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യണം എന്നൊന്നും ഇല്ല. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല ഓർഗാനിക് ബ്രാൻഡ്സും അതേപോലെ നല്ല നല്ല ബ്രാൻഡുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിൻ ഭയങ്കര എഫക്റ്റീവായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചതാണ്. പിന്നെ കഴിഞ്ഞ വട്ടം ഞാൻ ഈ 2 ഇതും മേടിച്ചു. ഈ ഇതും ആ ഫേസ് ഓയിലും കൂടി ഞാൻ ഒരുമിച്ച് മേടിച്ചാണ്. അങ്ങനെ ഞാൻ എല്ലാം പതുക്കെ എനിക്ക് എൻ്റെ ബഡ്ജറ്റൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്നും മേടിക്കുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് പോയി എല്ലാം കൂടി മേടിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നമുക്ക് സ്കിൻ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് എന്താണോ നിങ്ങൾക്ക് പറ്റുന്ന പ്രൊഡക്ട്സ്, ചിലപ്പോൾ ഇതൊന്നും വേണമെന്നില്ല. ഇതിൽ നല്ല
ലൈക്ക് എക്സ്പെൻസീവ് അല്ലാത്ത പ്രോഡക്ട്സും ഉണ്ടാവും ഇതേ പേർപ്പസ് സെർവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് യൂസ് ചെയ്താലും മതി. അറ്റ് ദ എൻഡ് നമ്മൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോഴും ഇവിടെ തരുൺചാനോട് പറയും, ഞാനൊരു 30 വർഷം വേസ്റ്റ് ആക്കി. ഞാൻ ഇത്രയും നാൾ എനിക്ക് അങ്ങനെ പ്രോപ്പർലി ഒരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ഈവൻ ആയി, അങ്ങനെ കുറെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി. എനിക്കറിയാം എനിക്ക് കുറച്ച് സൺ ടാൻ, എനിക്ക് പെട്ടെന്ന് ഈ ഒരു സൺബേൺ ആവും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ എന്റെ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായി ശ്രദ്ധിക്കുക. ഇപ്പൊ അത് ഫുൾ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇത് സെറാവിന്റെ രാത്രിയിലെ PM മോയ്സ്ചറൈസർ ആണ്. ഇത് ലോഷനാണ്. മുമ്പേ ഞാനിട്ട് ലോഷനാണ്. ക്രീം ആവുമ്പോഴാണ് കുറച്ചും കൂടി ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാവുക. ഇതൊക്കെ ലോഷനാണ്. ഇത് ഞാനിങ്ങനെ കുറച്ച് ഇത്തിരി ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്യും. ഇതിൽ മെയിൻ കണ്ടന്റ് നയസിനാമൈഡ് ആണ് കേട്ടോ. ഇത് നല്ലതാണ്. അപ്പൊ ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ തന്നെ എന്റെ സ്കിൻ രാവിലെ ആവുമ്പോ ചില ദിവസങ്ങളിൽ പിന്നെ ഞാൻ വേറെ മെയിൻ കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഈ സ്കിൻ കെയറിന്റെ ഒക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നിറയെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫുൾ ആദ്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും ക്രീം ഇട്ടിട്ട് മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം രാവിലെ ആകുമ്പോൾ. അപ്പം നമ്മൾ ഫുൾ സ്കിൻ ഹൈഡ്രേറ്റ് ആകുമ്പോൾ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക. എത്രയും വെള്ളം കുടിക്കാവോ, ഒരു 2-3 ലിറ്ററൊക്കെ വെള്ളം കുടിക്കാൻ പറ്റും. അത് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. സ്കിൻ കെയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നന്നായി വെള്ളം കുടിക്കുക. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എൻ്റെ എല്ലാ ഫുൾ പ്രോസസ്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മുടെ സ്കിൻ കെയറിലുള്ള എല്ലാ മോയ്സ്ചറൈസറും എല്ലാം അപ്ലൈ ചെയ്തു. ഇനിയുള്ളത് ഇത് ലനേജിന്റെ ലിപ് ബാം ആണ്. ലിപ് മാസ്ക് ആണ്, സ്ലീപ്പിംഗ് മാസ്ക്. അടിപൊളിയാണ്. ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം. അതായത് ഡ്രൈ ആയിട്ടുള്ളത്. എൻ്റെ ഇങ്ങനെ ചാപ്ഡ് ലിപ്സ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ ഇളകി വരുന്ന ലിപ്പായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നാളെ രാവിലെ വരെയും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. അത്രയ്ക്കും അടിപൊളിയാണ്. സോ ഇത് എൻ്റെ 100% ഞാൻ എല്ലാവർക്കും, അത് ഓയിലിയോ ഏത് സ്കിൻ ടൈപ്പിനും ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. പിന്നെ എനിക്ക് ശേഷായുർവേദന്റെ ലിപ് ബാം ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലതാണ്, നമുക്ക് ലൈറ്റ് ആണ്. ഈ പകൽ സമയത്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ നമുക്കൊരു ഭയങ്കര കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. അത് എനിക്കിഷ്ടമാണ്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അത് നൈറ്റില്, ദിസ് ഇസ് മൈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞു ഇത്രയും സാധനങ്ങൾ രാത്രി ഇടണമെങ്കിൽ ഇത്രയും അധികം ഇടാറില്ല. രാവിലെ ഞാൻ ഈ ശേഷായുർവേദയുടെ ടോണറും ഒരു ഓയിൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കുങ്കുമാതി തൈലമാണ്. ഇതും പിന്നെ ഒരു ബ്രൈറ്റനിങ്, ഇതിന്റെ തന്നെ കുങ്കുമാതി ഒരു ബ്രൈറ്റനിങ് ക്രീം ഉണ്ട്. ഇത് മൂന്നുമാണ് ഞാൻ ആക്ച്വലി രാവിലെ യൂസ് ചെയ്യാറ്. നമ്മുടെ ഡെർമാക്കോന്റെ സൺസ്ക്രീൻ ഇതാണ്. രാത്രി ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല, പുറത്തു പോകുമ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവരും പറഞ്ഞ വീട്ടിൽ അകത്തിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ 2-3 മണിക്കൂർ കൂടുമ്പോൾ സൺസ്ക്രീൻ ഇടണം എന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ ഈ പകല് മൊത്തം ഈ പറഞ്ഞ ടോണർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഖത്ത് അടിച്ചു കൊടുത്തോണ്ടിരിക്കും. അല്ലാണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ട് ചെയ്യാറില്ല. പിന്നെ സൺഡേയില് വേറെ കുറെ തൈലം അങ്ങനെ കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. തലയിലും മറ്റേ നീലി ബ്രിങ്ങാതി ഓയിൽ അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പോലെ കുറെ മിക്സ് ഉണ്ട്. ഫ്ലാക്സ് സീഡും അതേപോലെ റൈസും അതേപോലെ റൈസിന്റെ പൗഡറും അങ്ങനെ കുറെ മിക്സ് ചെയ്ത് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എനിക്ക് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് ഇഷ്ടം എന്നുള്ളത് എന്നോട് പറയാം. അപ്പൊ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ മിസ് ചെയ്ത് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നും അല്ല. അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാവും. കുറെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സ്കിൻ മനസ്സിലാക്കി നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കുക. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. നല്ല പോലെ വെള്ളം കുടിക്കുക. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ എനിക്ക് മടിയിടാൻ അതൊക്കെ വെച്ച് അങ്ങനെ ഉറങ്ങുമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. സ്കിൻ പ്രോപ്പറായിട്ട് നമ്മൾ സംരക്ഷിക്കുക. അത് നമ്മൾ പ്രോപ്പർലി ചെയ്യുമ്പോൾ ആ റിസൾട്ട് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.